പ്രിയമുള്ളവരെ, ഒരു രൂപതയിൽ ക്ഷണിക്കപ്പെട്ട ഒരു അതിഥിയായി ചെല്ലുകയും അവിടെ ഒരു പരിപാടിയിൽ ഇങ്ങനെ പങ്കെടുക്കുകയും ചെയ്യാം. വൈദികർ മാത്രം ഉള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ആ രൂപതയിലെ പിതാവ് അവിടെയുള്ള എല്ലാ വൈദികരോടായിട്ട് പറഞ്ഞു, പ്രിയമുള്ളവരെ, ഒരുപാട് തിരക്കുകളുള്ളവരാണ് നിങ്ങൾ എന്നെനിക്കറിയാം, ഒരുപാട് ബന്ധങ്ങളുള്ളവരാണ് എന്നും അറിയാം. വേറെ ഒന്നുമല്ല, ഞാനിത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടിലായിരിക്കും. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പല മെസ്സേജുകൾ വരുന്നുണ്ട്, ഒക്കത്തിന് നിങ്ങൾ ഓരോ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നിങ്ങളത് ഉപയോഗിക്കുന്നതാണെന്ന് എനിക്കറിയാം. വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ തീരുമാനിക്കാനായിട്ട് പോകുന്നത്. അതിനു മുമ്പുള്ള ചെറിയൊരു പ്രാർത്ഥനയുടെ സമയമാണ്. അതുകൊണ്ട് ഈ ഒരു 1.5 മണിക്കൂറത്തേക്ക് നമ്മൾ മൊബൈലൊക്കെ പറ്റുമെങ്കിലും ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാം. അതും പറ്റിയില്ല എങ്കിലും ഒന്ന് സൈലൻ്റ് ആക്കി വെക്കാം. മറ്റുള്ളവർക്ക് ഒരു ശല്യമാവാതെ, സ്വയം ഒരു ശല്യത്തിലേക്ക് വീഴാതെ നമുക്ക് ശാന്തമായി പ്രാർത്ഥനയിലൂടെ നമുക്ക് നല്ലൊരു തീരുമാനമെടുക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ്. അപ്പോൾ അതിന് നിങ്ങളെല്ലാവരും സഹകരിക്കണം എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, എന്നിട്ട് മീറ്റിംഗ് ആരംഭിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരച്ഛൻ്റെ മൊബൈൽ അടിച്ചു. പ്രിയമുള്ളവരെ, ഇത് പറഞ്ഞ് തീർന്നിട്ട് 10 മിനിറ്റ് ആയിട്ടില്ല. അതിനു മുമ്പ് അച്ഛൻ്റെ ഒരു മൊബൈൽ അടിച്ചു. എൻ്റെ തൊട്ട് മുമ്പിലിരിക്കുകയായിരുന്നു പിതാവ് ആദ്യം ചെയ്തൊരു കാര്യമെന്ന് വെച്ചാൽ, പിതാവിൻ്റെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്തിട്ട് അത് സൈലൻ്റ് ആണോ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് വീണ്ടും പോക്കറ്റിലേക്ക് ഇട്ടു. ഈ മൊബൈൽ ആരുടെ പക്കൽ നിന്നാണ് റിങ് ചെയ്തത് എന്ന് നോക്കാൻ പോലും പിതാവ് തയ്യാറായില്ല. പ്രിയമുള്ളവരെ, വലിയൊരു പാഠാണ് ആ പിതാവ് പറയാതെ നമ്മളെയൊക്കെ പഠിപ്പിച്ചത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അപരൻ്റെ അബദ്ധം കളിയാക്കാനും ചിരിക്കാനുള്ളൊരവസരമാണ്. പക്ഷേ പിതാവ് അതെടുത്തത് വേറെ രീതിയിൽ. അപരൻ്റെ ഒരബദ്ധം അത് ഞാൻ അബദ്ധത്തിൽ വീഴാതിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പായി പിതാവ് അത് സ്വന്തമാക്കുകയാണ്. നിസ്സാരമുള്ളൊരു കാര്യമല്ല. പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, പക്ഷേ വളരെ നല്ലൊരു കാര്യം. ചുറ്റുപാടും ഒരുപാട് അബദ്ധങ്ങൾ നമ്മൾ കാണും, ഒരുപാട് കുറവുകൾ നമുക്ക് കാണാൻ പറ്റും. ആ കുറവുകളും പോരായ്മകളും അത് എൻ്റേതാകാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ എൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന ചില നിമിത്തങ്ങളായിട്ട് കാണാൻ സാധിച്ചാൽ, പ്രിയമുള്ളവരെ, നമ്മളുടെയൊക്കെ ജീവിതം എന്തൊരു സുന്ദരമായിരിക്കും. അതിനാൽ പ്രിയമുള്ളവരെ, പരിശ്രമിക്കാം. എൻ്റെ മുൻപിലും എൻ്റെ ചുറ്റുപാടും ഒരുപാട് പോരായ്മകളും ഒരുപാട് അബദ്ധങ്ങളും ഒക്കെ ഞാൻ കാണുമ്പോൾ അത് കളിയാക്കി ചിരിച്ച് തള്ളിക്കളയാനുള്ളതല്ല, മറിച്ച് അതിങ്ങനെ ചങ്കിൽ കൊണ്ട് നടക്കണം. എന്തിനാ? അത് എനിക്കൊരു മുന്നറിയിപ്പാണ്. ഞാൻ ഒരബദ്ധത്തിലേക്ക് വീഴാതിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പ്. ആ മുന്നറിയിപ്പുകൾ സ്വീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ.